നിരവധി കലാകാരന്മാരെ വാർത്തെടുത്ത മണ്ണുകൂടിയാണ് വെള്ളിനേഴി കലാഗ്രാമമെന്നും ഈ മണ്ണിനെ മനസ്സിനോട് ചേർത്ത് വെച്ചാണ് ഓരോ കലാകാരന്മാരും പ്രവർത്തിക്കുന്നത് എന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. അഭിപ്രായപ്പെട്ടു. വെള്ളിനേഴി നാടുനായർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ എം.പി. പഴയ കാലങ്ങളിൽ നമുക്ക് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം ഒക്കെ ഈ സൗഹൃദവും സ്നേഹവും സൃഷ്ടിക്കാനാണ് ഈ കലയൊക്കെ ഉണ്ടായത്. അപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കല, സംഗീതം, സാഹിത്യം, അത് എല്ലാം അവതരിപ്പിച്ച് കാണിക്കാനുള്ള കഴിവ്, അത്യപൂർവമായിട്ടുള്ള അനിതര സാധാരണമായിട്ടുള്ള കഴിവ് ഒരുപാട് പേർക്കുണ്ടായ സ്ഥലമാണ് സത്യത്തിൽ വെള്ളിനേഴി. അപ്പോൾ കലാഗ്രാമം എന്ന് വെച്ചാൽ യഥാർത്ഥ കലാഗ്രാമമാണ്. പലയിടത്തും കലാഗ്രാമം നിർമ്മിച്ചതാണ്, ഇവിടെ അതല്ല. ഇത് കഴിഞ്ഞ കാലങ്ങളിലെ പാരമ്പര്യത്തിൻ്റെയും പ്രൗഢിയുടെയും ഒക്കെ കൂടെ അഭിമാന സ്തംഭമാണ് ഈ പ്രദേശം. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും നമ്മുടെ നാടിൻ്റെ സമൃദ്ധിയും നമ്മുടെ നാടിൻ്റെ സന്തോഷവും ഒരു സുരക്ഷിത ബോധം നമുക്കുണ്ടാകുന്നത് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുണ്ടാകുന്നത് എന്താണ്? ആ നന്മയാണ്. നാടിൻ്റെ നന്മ നിലനിർത്തുന്നതിൽ നാടുനായരെ പോലുള്ള ഒരുപാട് കലാകാരന്മാർ അവരുടേതായ പങ്ക്, മഹനീയമായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ നാടിൻ്റെ യശസ് ഉയർത്താനായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്മരിക്കുന്നതും അതിനുവേണ്ടി ഒരുപാട് കലാകാരന്മാരെ ഇവിടെ അണിനിരത്തി. ഗ്രാമത്തിന്റെ ഉള്ളറകളിൽ നിന്നാണ് ഓരോ കലയും കലാകാരനും രൂപപ്പെട്ടു വന്നത്. മണ്ണിനെ നന്നായി അറിയുന്നവർക്ക് മാത്രമേ സംഗീതം നന്നായി ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നും വി.കെ. ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. വെള്ളിനേഴി നാടുനായർ എന്ന കലാകാരന്റെ സ്മരണയ്ക്കായാണ് താടിയരങ്ങ് സമർപ്പിച്ചത്. ആട്ടക്കഥകളിലെ അത്യപൂർവവും ചിട്ടപ്രധാനവുമായ രംഗങ്ങളെ സമന്വയിപ്പിക്കുന്ന താടിയരങ്ങ് നാടുനായർ കലാസ്വാദകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ടും സമ്പന്നമായി. കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ തോടയം, പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം അരങ്ങേറിയ ലവണാസുരവധം, നിഴൽക്കൂത്ത്, കിരാതം എന്നീ ആട്ടക്കഥകളിൽ ചുവന്ന താടിവേഷത്തിൽ പ്രഗത്ഭരായ കലാകാരന്മാർ വേഷമിട്ടു. വൈകിട്ട് കേളിയോടെയാണ് താടിയരങ്ങിന്റെ അരങ്ങുണർന്നത്. കലാകേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടി അധ്യക്ഷനായി. വെള്ളിനേഴി നാടുനായരുടെ പത്നി മേലേതിൽ പാറക്കുട്ടിയമ്മ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്നിവർ മുഖ്യാതിഥികളായി. വെള്ളിനേഴി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഒ. വിജയകുമാർ മുഖ്യാതിഥിയെ പൊന്നാടയണിയിച്ചു. വെള്ളിനേഴി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ. അനിൽകുമാർ, മുൻ പഞ്ചായത്ത് അംഗം പി. സ്വാമിനാഥൻ, സമന്വയ സാംസ്കാരിക വേദി പ്രസിഡന്റ് പി. എം. പ്രേംജിത്ത്, കലാകേന്ദ്രം സെക്രട്ടറി സി. ഉണ്ണികൃഷ്ണൻ, ട്രഷറർ ഡോക്ടർ വി. ഗോപാലകൃഷ്ണൻ, വി. രാമകൃഷ്ണൻ, വി. എൻ. പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ മൺമറഞ്ഞ കലാകാരന്മാരായ വാഴേങ്കട വിജയൻ, കലാമണ്ഡലം കേശവദാസ്, കലാമണ്ഡലം കേശവൻ നമ്പീശൻ, സദനം നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി, കൊട്ടാരക്കര ഭദ്ര, RLV രഘുനാഥൻ, കലാനിലയം വിജയൻ, ആയാംകുടി കുട്ടപ്പൻ മാരാർ, ഏരൂർ ശശി എന്നിവരെ അനുസ്മരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.